മലയാള സിനിമാ മേഖലയിലെ തൊഴിലാളികളുടെ അപൂർവ സംഗമത്തിന് വേദിയായി കൊച്ചി. ഫെഫ്കയാണ് 5000-ലധികം അംഗങ്ങളുടെ ഒത്തുചേരലിന് വേദിയൊരുക്കിയത്. നിരവധി സിനിമാ താരങ്ങളും പങ്കെടുത്ത പരിപാടിയിൽ നടൻ മോഹൻലാൽ ഫെഫ്കയുടെ അംഗത്വം സ്വീകരിച്ചു. ഒരു ദശാബ്ദത്തിന് ശേഷമാണ് മലയാള സിനിമാ മേഖലയിൽ നിന്നുള്ള തൊഴിലാളികളുടെ മഹാസംഗമത്തിന് വേദി ഒരുങ്ങിയത്. മുഴുവൻ തൊഴിലാളികൾക്കും ആരോഗ്യ സുരക്ഷാ പദ്ധതി എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കിയിരിക്കുകയാണ് ഫെഫ്ക. ഫെഫ്കയുടെ കീഴിലുള്ള 21 സംഘടനകളിലെയും അംഗങ്ങൾ കൊച്ചിയിൽ ഒത്തുകൂടി. സിനിമാ ഷൂട്ടിങ്ങിന് അവധി നൽകിയാണ് സാങ്കേതിക പ്രവർത്തകരടക്കം മുഴുവൻ പേരും എത്തിയത്. ഇന്ത്യൻ സിനിമയിൽ ആദ്യമായാണ് ചലച്ചിത്ര മേഖലയിലെ ഒരു തൊഴിലാളി സംഘടന ഇൻഷുറൻസ് കമ്പനികളെ ആശ്രയിക്കാതെ ആരോഗ്യ സുരക്ഷാ പദ്ധതി നടപ്പാക്കുന്നത്. പ്രതിവർഷം 3000 രൂപ പ്രീമിയത്തിൽ 3 ലക്ഷം രൂപ വരെ ലഭിക്കുന്ന പദ്ധതിക്കാണ് തുടക്കം കുറിച്ചത്. ഫെഫ്ക സ്ത്രീ വിരുദ്ധമാണ് എന്നുള്ള വിമർശനം പലതവണ ഫെഫ്കയ്ക്ക് നേരെ ഉയർത്തി. അവരോട് പറയാനുള്ളത്, സൈബർ സ്പേസിന്റെ സുഖശീതളമയിൽ ഇരുന്നുകൊണ്ട് സ്ത്രീവാദം പറയുന്നവരല്ല ഞങ്ങൾ. ക്യാരവനകത്തിരുന്നുകൊണ്ട് ഫേസ്ബുക്കിലൂടെ സ്ത്രീ വിമോചന പ്രവർത്തനം നടത്തുന്നവരല്ല ഞങ്ങൾ തൊഴിലിടത്തിൽ ഇറങ്ങി ഞങ്ങളുടെ സഹപ്രവർത്തകരുടെ ആശങ്കകൾ അകറ്റുന്നവരാണ്. ചടങ്ങിൽ വെച്ച് നടൻ മോഹൻലാൽ ഫെഫ്കയുടെ അംഗത്വം സ്വീകരിച്ചു. ആനിമേഷൻ ചിത്രമായ ബറോസിന്റെ സംവിധായകൻ കൂടിയായ മോഹൻലാലിന് ഡയറക്ടേഴ്സ് യൂണിയനിലാണ് അംഗത്വം നൽകിയത്. ഇത് വലിയ കാര്യമാണ്. അത്തരത്തിൽ ഏറ്റവും വലിയൊരു സംഘടനയായി മുന്നോട്ട് പോകുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. ഞാനുൾപ്പെടെ ശ്രദ്ധിച്ച് പറഞ്ഞ പോലെ ഇവിടെ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ശ്രദ്ധിക്കുന്ന വലിയ കൂട്ടായ്മയാണ്. മോഹൻലാലിന് പുറമെ ഉർവശി, ജയസൂര്യ, ടൊവിനോ തോമസ്, സൗബിൻ ഷാഹിർ, ജോജു ജോസഫ്, ഐശ്വര്യ ലക്ഷ്മി, നിഖില വിമൽ, രജിഷ വിജയൻ, അനശ്വര രാജൻ തുടങ്ങി നിരവധി താരങ്ങൾ പങ്കെടുത്തു. എൻ്റെ മാത്രം സ്വപ്നത്തിൽ ഊന്നിയാണ് അത് ആലോചിച്ച് മാത്രമാണ് ഞാൻ സിനിമയിൽ വന്നു ഇവിടെ വന്നത്. അന്ന് മുതൽ എല്ലാ സ്വപ്നത്തിൻ്റെ കൂടെ നിങ്ങൾ എല്ലാവരും ഒന്നായിട്ട് വന്നു. ഒരുപാട് നന്ദിയുണ്ട്. ഈ ഒരു മൊമെന്റ് എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ്. കാരണം ഞാൻ എൻ്റെ അച്ഛൻ മരിച്ചിട്ട് 10ാമത്തെ ദിവസം ജോയിൻ ചെയ്ത സിനിമയാണ് മധുരം. മധുരത്തിലേക്ക് വണ്ടി എടുക്കുന്ന വണ്ടി ഓടിച്ചിട്ട് ഗോപിയായിട്ടാണ്. അപ്പോൾ ഞാൻ വണ്ടിയിലിരുന്ന് കരയുന്നതും അല്ലെങ്കിൽ വിഷമിക്കുന്നതും ഒക്കെ പറഞ്ഞിട്ടുള്ളതാണ്. കമൽഹാസൻ, മധു, പൃഥ്വിരാജ് തുടങ്ങി നിരവധി പേർ പരിപാടിക്ക് ആശംസകളുമായി വീഡിയോ സന്ദേശവും നൽകി. റിപ്പോർട്ടർ, കൊച്ചി.